നമസ്തേ. അഗസ്ത്യ ഫിലിം പ്രൊഡക്ഷന്റെ 4ാമത്തെ ഇന്റർവ്യൂവിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് വിശിഷ്ടമായ ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും പരിചിതമുള്ള ഒരാളുമാണ്. നമ്മുടെ തൃപ്പൂണിത്തറ അമ്പലത്തിലെ തന്ത്രിയും ചോറ്റാനിക്കര അമ്പലത്തിലെ തന്ത്രിയുമാണ് ശ്രീ ദിലീപൻ തിരുമേനിക്ക് ഹാർദവമായ സ്വാഗതം. തിരുമേനി നമസ്തേ. നമസ്കാരം. തിരുമേനി ഒരുപാട് കേട്ടിട്ടുണ്ട്, തിരുമേനി ഞാനായിട്ട് പരിചയമുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ തൃപ്പൂണിത്തറ അമ്പലത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? പൂർണ്ണത്രേശൻ എന്നാണ് ഞങ്ങൾ പറയുക. പൂർണ്ണത്രേശൻ എന്നാണ്, പൂർണ്ണത്രേശൻ്റെ അമ്പലം എന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ പറയുക. അവിടെ സന്താനഗോപാലമൂർത്തിയായിട്ടാണ് സങ്കല്പം. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണെങ്കിലും സങ്കല്പങ്ങൾ മുഴുവൻ സന്താനഗോപാലമൂർത്തിയായിട്ടാണ് അവിടെ ആചരിക്കുന്നതും അനുഭവങ്ങളും. അർജുന പ്രതിഷ്ഠയായിരുന്നു പൂർണ്ണത്രേശൻ്റെ. അർജുനാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് കേൾവി. അർജുനും കൃഷ്ണനും കൂടി വൈകുണ്ഠത്തുനിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് പൂർണ്ണത്രേശൻ എന്നും. അതിൻ്റെ തന്നെ ഒരു വിഗ്രഹം നമ്മുടെ സ്വന്തം അമ്പലത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അർജുനൻ. അങ്ങനെ ഒരു വിഗ്രഹം ഇവിടെ എള്ളുങ്കാടായിരുന്നു. ഇവിടെ എള്ളുങ്കാട്ടിൽ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് എള്ള് പിഴിഞ്ഞ് തിരി കത്തിച്ചു എന്നാണ്, വിളക്ക് വെച്ചു എന്നാണ്. അതുകൊണ്ട് ഇപ്പോഴും പൂർണ്ണത്രേശന് ഏറ്റവും പ്രാധാന്യം എണ്ണ സമർപ്പിക്കുകയാണ് ഇവിടെ പൂർണ്ണത്രേശന്. എള്ളെണ്ണയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. പണ്ട് ഒലപ്പെണ്ണ എന്നൊക്കെയാ പറയാ. ഓല വാട്ടി കുത്തി അങ്ങനെയൊക്കെയാണ് പണ്ടുണ്ടായത്. ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ പാത്രങ്ങളായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും പൂർണ്ണത്രേശന് ഏറ്റവും പ്രധാനം എണ്ണ വഴിപാടാണ് ഏറ്റവും വലിയ പ്രധാനം. അതുപോലെ കദളിപ്പഴം, പാൽപ്പായസം, ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള. പിന്നെന്ന് വെച്ചാൽ സന്താന ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ വളരെ അനുഭവങ്ങൾ കൊടുത്തേക്കണ ഒരാളാണ് പൂർണ്ണത്രേശൻ. സംശയമില്ലാത്ത കാര്യമാണ്. അതായത് മെഡിക്കൽ ഫീൽഡ് വരെ ഉപേക്ഷിച്ച ദമ്പതിമാർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ സന്താനങ്ങളെ നൽകിയേക്കുന്ന ആളാണ് പൂർണ്ണത്രേശൻ. അതുകൊണ്ട് വളരെ വളരെ വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പൂർണ്ണത്രേശൻ്റെ അമ്പലം. മാത്രമല്ല ഇവിടുത്തെ ഒരു വ്യത്യാസം, പത്മനാഭസ്വാമി കിടന്നാണ്, അനന്തശയനത്തിൽ കിടന്നാണ് ഇരിക്കണേന്ന് വെച്ചാൽ ഇവിടെ അനന്തശയനത്തിൽ ഇരുന്നാണ്. അത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുക പൂർണ്ണത്രേശനെ. പക്ഷെ വളരെ വിശേഷമായിട്ടുള്ള ഒരു അമ്പലമാണ് പൂർണ്ണത്രേശൻ. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വേണ്ട പോലെ ഇപ്പോഴും നിർവഹിച്ചുകൊണ്ട് പോകുന്ന ഒരു അമ്പലത്തിലൊന്നാണ് പൂർണ്ണത്രേശ ക്ഷേത്രം. അത് മാത്രമല്ല, ഞങ്ങളില്ലാത്ത ഒരാൾ ദിവസം അവിടെ ഒരു പൂജ കഴിക്കണം. തിരുമേനിയുടെ തലമുറ തൊട്ടേ ഈ ക്ഷേത്രത്തിന്റെ എത്രയോ തലമുറകൾ മുമ്പ് തുടങ്ങിയേക്കണതാണ് ഇത്. ശരിക്കും അങ്ങനെയാണ്. പൂർണ്ണത്രേശന്റെ നിത്യം ഇല്ലത്തുന്ന ഒരു പൂജ. മാത്രമല്ല, ഞങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ പൂർണ്ണത്രേശന്റെ അനുവാദത്തോടെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മള് പെൺകുട്ടിയൊക്കെ കണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നറുക്കെടുക്കും. ഈ നറുക്കിട്ട് കിട്ടിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ആ കേസ് തള്ളിക്കളയുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ഇതിപ്പം എന്താണ് പറയുന്നത്, ഇപ്പൊ ഈ നറുക്കിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. അടുത്ത ആളെ വേറെ ജാതകം എടുക്കണം. വേറെ ജാതകം നോക്കി ആദ്യം അതിൻ്റെതായ ചിട്ടകളൊക്കെ നടത്തി വീണ്ടും അവസാനം വെച്ചാൽ പല ജാതകങ്ങൾ പോയിട്ട് നറുക്കിടാൻ പറ്റില്ല. ഒരു ജാതകമേ പറ്റുള്ളൂ. അത് നറുക്കിട്ടിട്ട് അത് കിട്ടിയാൽ നമുക്ക് സ്വീകരിക്കാം. പിന്നെ അത് ഉപേക്ഷിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. ഇത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റത്തില്ല. ഈ നറുക്കിട്ട് കിട്ടിയാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ പാടില്ല. കിട്ടിയത് തന്നെ. അങ്ങനെയാണ് ഇപ്പോഴും ഇന്ന് വരെ നടക്കണ ചിട്ട. ഇപ്പോഴും അതില്ലാത്ത ആര് വിവാഹം കഴിക്കണമെങ്കിലും ഈ ചിട്ടയോടുകൂടി തന്നെ ഇപ്പോഴും പോണത്. അത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പൂർണ്ണത്രേശന് പൂജ കഴിക്കാൻ പറ്റുള്ളൂ. വിവാഹം കഴിച്ചാലേ ഗൃഹസ്ഥാശ്രമിയായിട്ടേ അവിടെ പൂജ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയുണ്ട്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയില്ല. നമ്മുടെ ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് 10-800 ചില്ലാൻ അമ്പലങ്ങളുണ്ട് നമ്മുടെ
കുടുംബത്തിന്റെ തന്ത്രമായിട്ട്. അതിലെ ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഒരു ഇല്ലത്തെ കാരണവരായിട്ടാണ് നമ്മൾ പൂർണ്ണത്രേശനെ കണക്കാക്കുന്നത്. അപ്പം ഈ തിരുമേനിയുടെ ഒക്കെ എത്ര തലമുറയ്ക്ക് മുമ്പേ ഇതിങ്ങനെ ഇപ്പൊ തിരുമേനിയിലേക്ക് വന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് എന്താ വെച്ചാൽ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനാ, വ്യക്തിക്കല്ല. അല്ല, ഇത് കുടുംബം. തന്ത്രം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടല്ല ചിന്തിക്കുന്നത്. ശരിക്കും ആ കുടുംബത്തിനാണ് തന്ത്രി. കുടുംബം എന്ന് പറയണത് പൂർണ്ണത്രേശന്റെ തന്ത്രി കുടുംബം എന്നേ പറയുള്ളൂ. നീ ചോറ്റാങ്കര ഭാഗത്തിന്റെ തന്ത്രി കുടുംബം, എറണാകുളത്തപ്പന്റെ തന്ത്രി, അങ്ങനെയാണ്. വ്യക്തിപരമായല്ല ഈ തന്ത്രം. മറ്റുള്ളതൊക്കെ വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതായത് ചില താന്ത്രിക കുടുംബങ്ങള് ഓരോ ക്ഷേത്രങ്ങൾ ഓരോരുത്തർക്കായിട്ട് വീതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വ്യക്തിപരമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വരില്ല. അവരുടെ ഭാഗത്തിൽ അങ്ങനെയൊക്കെ ഭാഗിക്കുമ്പോഴേ അവർക്ക് വ്യക്തിപരമായിട്ട് ഒരു ക്ഷേത്രത്തില് മാത്രം പോകാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കുടുംബത്തിനാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും പോകണം. അങ്ങനെയാണ്. അപ്പൊ തലമുറയായിട്ട് മാറി മറിഞ്ഞ് വരുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തന്ത്രിയായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഈ താന്ത്രിക വിദ്യാപഠനം പഠിച്ചിട്ടാണോ? അങ്ങനെയാണല്ലോ. അത് വേണമല്ലോ. എന്നുവെച്ചാൽ അത് കുട്ടിക്കാലം പോലെ ഞങ്ങൾക്ക് ഈ ഉപനയനം, സമാവർത്തനം എന്ന് പറഞ്ഞ ക്രിയകളുണ്ട്. അപ്പൊ അത് എത്രാം വയസ്സ് തൊട്ടായി? ശരിക്കും ഉപനയനം എന്ന് പറയുന്നത് ശരിക്കും 7-ാം വയസ്സിൽ ഉപനയിച്ച് പണ്ടൊക്കെ 7 വർഷമൊക്കെ ഇരിക്കുക. 14. അത് ഈ ഉപനയനം കഴിഞ്ഞാൽ ബ്രഹ്മചാരിയാള്. ബ്രഹ്മചാരിയായിട്ടാണ്. എന്നുവെച്ചാൽ തോല ഇതൊക്കെ വേണം. കൃഷ്ണാഞ്ചലം എന്ന് പറയും. കൃഷ്ണാമൃഗത്തിന്റെ തോലാണ് ഞങ്ങൾ ധരിക്കുക ഈ ഉപനയനം കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ സമാവർത്തനം വരെയുള്ള ക്രിയകളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കുറേ ഷോഡശക്രിയകൾ മുഴുവൻ. അതായത് ജനിച്ച മുതൽ ഷോഡശക്രിയകൾ തുടങ്ങും. ഗർഭാധാനം തൊട്ട് ഷോഡശക്രിയകൾ തുടങ്ങി. അങ്ങനെയാണ് ഈ ഷോഡശക്രിയകളൊക്കെ ചെയ്ത് അതിൻ്റെതായ ക്രിയകൾ കഴിയുമ്പോഴാണ് ഈ ബ്രാഹ്മണനായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് മാറുന്നത്. അപ്പൊ ഈ അമ്മ ഗർഭം ധരിക്കുമ്പോൾ തന്നെ ഓരോ ഷോഡശക്രിയകളുണ്ട് നമുക്ക്. അതിലാണ് ഉപനയനം, സമാവർത്തനം, കല്യാണം ഒക്കെ അതിൽ വരും. അപ്പൊ അത് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് ശരിക്കും 7 വർഷം. അതാണ് 7 വർഷം എന്നൊക്കെ പറയണത്. 7 വർഷമാണ് ശരിക്കും. പണ്ടൊക്കെ അങ്ങനെയാണ് പതിവ്. ഇപ്പൊ പിന്നെ അതൊന്നുമില്ല. 1 വർഷം കൊണ്ട് ഈ ക്രിയകളൊക്കെ ചെയ്യും. ആ ക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ സൗകര്യം. ഞാനൊക്കെ 2 വർഷം ഇരുന്നുണ്ട്. 2 വർഷം. അപ്പൊ എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ എപ്പോഴും അകത്ത് തന്നെ? അകത്തല്ല, സ്കൂളിലൊക്കെ പോകും. സ്കൂളിലൊക്കെ പോയാൽ ഭക്ഷണമൊന്നും കഴിക്കില്ല. ചിലപ്പോ ഇവിടുന്ന് കൊണ്ടുപോകണത് കഴിക്കും, ചിലപ്പോ അല്ലെങ്കിൽ കഴിക്കില്ല. വന്നിട്ട് കുളിച്ച് ഊണ് കഴിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടൊരു ത്യാഗം. വളരെ വിശിഷ്ടമായിട്ടുള്ള. പണ്ടൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. എല്ലാത്തിനും കുളിച്ച് രാവിലെ ഊണും കഴിച്ച് പോയാൽ വൈകുന്നേരം വന്ന് കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അരമണിക്കൂർ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അല്ല, ഇപ്പൊ എല്ലാ സ്കൂളിലും ക്യാൻറ്റീനും തുടങ്ങിയൊക്കെയല്ലേ. പണ്ട് അതൊന്നും ഇല്ലല്ലോ. പണ്ട് നടന്നു പോവുകയും വേണം. അല്ല, ഇതിനു വേണ്ടി തന്നെ ഒരു ഇത്ര വർഷം മാറ്റിയിരുത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പകുതിയോളം കാര്യങ്ങൾ. അത് എന്നാൽ ഈ അനുഭവിച്ചാലേ നമുക്ക് അതിനെ കുറെ അനുഭവങ്ങളോ നമ്മുടെ ഗുരുവായിട്ട് വരുന്നത്. അനുഭവങ്ങളാണ് നമുക്ക് ഗുരുവായിട്ട്. അപ്പൊ നമ്മള് ഇതാണ് എന്നൊരു മനസ്സിലൊരു ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കണം. നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയകളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 വർഷത്തെ ഇത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങക്ക് ഒരു നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ പുണ്യാഹം ഇങ്ങനെ പഠിച്ച് പൂജകള് ഇങ്ങനെ പഠിച്ചാണ് ഇതൊക്കെ എല്ലാം. അതായത് പ്രതിഷ്ഠ വരെ പഠിക്കണം നമ്മള്. അത് ഒരുമിച്ചല്ല കേട്ടോ. അതൊക്കെ ഇതൊരിക്കലും തീരുന്ന കാര്യമില്ല. ഇത് തീരില്ല. ഇങ്ങനെ പഠിച്ചോണ്ട് നമുക്ക് വിദ്യാധനം ഈ കൂടുന്തോറും വീണ്ടും അറിവുകൾ വർദ്ധിക്കുന്നതോറും വീണ്ടും നമുക്ക് പഠിക്കാൻ തോന്നുകയാണല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പോയിക്കോളും. എന്നാ വിചാരിച്ച എന്തായാലും നമ്മൾ പുതിയൊരു പൂജ കഴിക്കണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണം പോവാൻ. പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. അത് ഇതിനിടയിൽ ഇപ്പം ഒരു പൂജ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഈ എവിടെയെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രോച്ചാരണം ചെയ്യുമ്പോ അല്ല, അത് നമ്മൾ മനസ്സിലാക്കി തീർത്തിട്ട് പിന്നെ പൂജ മുഴുവനൊക്കെ അവിടെ സംശയം വയ്യാന്നാണ് പറയാ. സംശയം ഉണ്ടെങ്കിൽ തന്നെ അത് തീർത്തിട്ട് വേണം
അത് നമുക്ക് വെച്ചാൽ തെറ്റ് ചെയ്തോട് മുഴുവനാക്കരുത്, മനസ്സിലായില്ലേ? അപ്പൊ വലിയ വലിയ ക്രിയകളൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടാവും. എത്ര അറിവുള്ള മനുഷ്യനാണ് ചെയ്യണമെങ്കിലും നമുക്കത് അറിയുന്ന മുഴുവൻ 2-3 ആൾക്കാർ ഒപ്പം ഉണ്ടാവും. അത് കാരണം സംശയം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ ചില സമയത്തൊക്കെ ഉണ്ടാവും, ചില ടെൻഷനിൽ നമ്മൾ മനുഷ്യനല്ലേ, ചിലതൊക്കെ മറന്നു പോകും, ചില കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ചിലപ്പോൾ മറന്നു പോകും. അതിനൊക്കെ പറഞ്ഞു തരാൻ ആളുണ്ടാവും. അപ്പൊ അതൊക്കെ എല്ലാ മനുഷ്യന്മാരാകുമ്പോ ആ മറവിയൊക്കെ ഉണ്ടാവും. ആ മറവിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആളുണ്ടാവും അവിടെ. അല്ല, നമ്മളെ ശരിക്കും ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനിലോട് പറയുക. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, തിരുമേനിമാർക്ക് ഇങ്ങനെ കഷ്ടതകളും കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, ഈ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇതം മമ, ഇത് എനിക്ക് വേണ്ടിയല്ല എന്നാണ്. ഞാനിപ്പോ ഒരു മന്ത്രം ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്താൽ ഇത് എനിക്ക് വേണ്ടിയല്ല എന്നാണ്. ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലേ? ഞാൻ നന്നാവാൻ പാടില്ല, ശരി. അത് എനിക്ക് വേണ്ടിയല്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഏതെങ്കിലും എപ്പോഴും ഒരു പൂജ കഴിഞ്ഞാൽ ചെല്ലുന്നൊരു മന്ത്രം അതാണ്. അതായത് എല്ലാ പൂജയും ലോകത്തിന് നന്മ ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. നമുക്ക് നന്മ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാൻ വയ്യാന്നാണ് പറയാ, മനസ്സിലായില്ലേ? അതിനാണ് ഈ ഗായത്രി ഉപദേശവും ഗായത്രി ഉപാസനയൊക്കെ നമുക്കുള്ളത്. ഇതിനൊക്കെ വേണേ മനഃശക്തി ഉണ്ടാവണം. അല്ല, ഈ ഒരു പൂജയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഇത്രയും ഉറപ്പ് വന്നതിന് ശേഷമല്ലേ? അതെന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇതല്ലേ കണ്ടുപിടിക്കണം, വളർന്നേക്കണം. അതല്ലേ കുട്ടിക്കാലം പോലെ തന്നെ നമ്മുടെ ഒരു കാഴ്ചപ്പാടും ഉള്ളിലെ കാര്യങ്ങളൊക്കെ പൂജയും മന്ത്രങ്ങളും ഇതൊക്കെ തന്നെയല്ലേ കേൾക്കണവും പറയണതൊക്കെ നമ്മുടെ കർമ്മന്മാരായാലും. അപ്പൊ അതൊക്കെ കണ്ട് ശീലിക്കണോണ്ട് നമുക്ക് അത്ര ഒരു തയ്യാറെടുപ്പല്ല വേണ്ടത് നമുക്ക്. പിന്നെ നമുക്കത് ഇതിലേക്ക് മുഴുകി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതേപോലെ ഈ പുഷ്പാഞ്ജലി നമ്മള് എന്തുകൊണ്ട് എല്ലാ ഭക്തന്മാരും പുഷ്പാഞ്ജലി ചെയ്യുന്നു? ഇതെന്താ അറിയോ, നമ്മുടെ ഈ നാഡീസന്ധാനാണ് ശരിക്കും ഈശ്വരനും നമ്മളും തമ്മിലുള്ള നാഡി. ആ ഇടാ പിങ്ങള എന്നുള്ള നാഡികൾ നമുക്കുണ്ട്, ഈശ്വരനുണ്ട്. ഇത് രണ്ടും യോജിക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നത്. പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ഒരു സമർപ്പണമാണ്, അല്ലേ? അപ്പൊ ആ സമർപ്പണത്തിനാണ് പ്രാധാന്യം. പുഷ്പാഞ്ജലി കഴിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ. ഇല്ല, നമ്മള് ആ സമർപ്പിക്കുന്ന കാര്യത്തിന് നമുക്ക് വളരെ നമ്മുടെ ആത്മസംതൃപ്തിയാണ് നമ്മുടെ ഫലം. അല്ല, ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പേരും നാളും വെച്ച് നമ്മൾ ചെയ്യിക്കുന്നു. ആ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ എന്താണ് നമുക്ക് പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ നമ്മളൊന്ന് സമർപ്പിക്കുമ്പോൾ അതിന്റെ ഫലം കിട്ടണം എന്ന് വിചാരിച്ച ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവനോ ഒരു ദേവിക്കോ എപ്പോ കൊണ്ടുപോയാലും എല്ലാ മന്ത്രങ്ങളും എപ്പോഴും അർച്ചന കഴിക്കാൻ പറ്റാത്ത മന്ത്രങ്ങൾ ധാരാളം ഉണ്ട്. അത് അതിനകത്തുണ്ട്. ഇപ്പൊ ഉമനീര് പോലും ഇറക്കാണ്ട് ചെല്ലേണ്ട മന്ത്രങ്ങള്, വെള്ളം കുടിക്കാണ്ട് ചെല്ലേണ്ട മന്ത്രങ്ങൾ, ഇങ്ങനെ കുറെ മന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇവര് എഴുതി വെച്ച് ഒരുമിച്ച് ചെയ്യേണ്ടാവുള്ളൂ, ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ഇപ്പൊ ഈ പറഞ്ഞ ഉമിനീരിറക്കാൻ പറ്റാതുള്ള മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയുള്ള നമുക്ക് ഒരുന്നുള്ളെങ്കിലും അല്ല, അതൊക്കെ നമ്മുടെ സങ്കല്പമാണ്. അതാ പറഞ്ഞ മനഃശുദ്ധി ഉണ്ടാവുക. മനഃശുദ്ധിക്കാണ് പ്രാധാന്യം. നമ്മൾ ചെയ്താൽ നന്നാവും, ശരിയാവും എന്നുള്ളൊരു മനഃശുദ്ധി ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നമുക്കത്. പിന്നെ അതൊക്കെ ഇപ്പൊ നമ്മളെ അതിലേക്ക് ഉൾക്കൊണ്ടാൽ നമുക്ക് പിന്നെ അതൊന്നും വിഷമം ഉണ്ടാവില്ല. ഇപ്പൊ പണ്ട് ഏകാശി വ്രതമൊക്കെ എടുക്കാറില്ലേ കാരണവന്മാര്, ഉപവാസം നടക്കാറുണ്ട്. അവർക്ക് ടെൻഷനൊന്നുമില്ല. അവര് ഭഗവാനായിട്ട് യോജിച്ച് ഭഗവാനോടുള്ള ഇതുകൊണ്ട് അവര് ശുദ്ധവാസം ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥം കഴിക്കാന്നൊക്കെയാണ് കേട്ടാണ്. ഞാൻ ശുദ്ധവാസം ഉണ്ടായിട്ടില്ല, അതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഏകാശിക്ക് ശുദ്ധവാസം, അങ്ങനെ അതൊക്കെ ആ സമർപ്പണത്തിന്റെ വ്യത്യാസമാണ് അത്. അല്ലാണ്ട് നമ്മള് വെച്ചാ അപ്പോ ഒരു ചിന്തയുള്ളൂ നമുക്ക്, അല്ലേ? ഈശ്വരനോടുള്ള ചിന്ത മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ 40 ദിവസം വ്രതം എടുത്ത് പോകണമെന്ന് പറയണം, അല്ലേ? ആ വ്രതത്തിന് പലതും പറയുന്നുണ്ട്. പല
കടമകളും അല്ലെങ്കിൽ പല അതിരൊക്കെ ഉണ്ട് അല്ലെ, അതിരുവരമ്പുകളുണ്ട്. ഇന്നതൊക്കെ നമ്മൾ ചെയ്യാവൂ, ഇന്നതേ ചെയ്യാവൂ. ഇതൊക്കെ ചെയ്യണത് നമ്മൾ അതിനോടുള്ള ബന്ധം കൊണ്ടാണല്ലോ. അതെ അതെ അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ വ്രതം എടുക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് ലയിക്കാണ്. അതാണ് അത്ര. അതാണ്ട് ഇപ്പൊ ഇതൊരു വലിയൊരു ഇതായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ അടുക്കല് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ ഉണ്ടാകുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ മനസ്സിന്റെ ഇതാണ് അല്ലേ? അതെ. നമുക്ക് മനസ്സ് എന്താണോ നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെല്ലേണ്ടത്, ഭഗവാന്റെ അടുക്ക പോണത്. അത് നമ്മുടെ മനസ്സിന് അതാണ് ആ ഒരു ബന്ധം ഉണ്ടായാൽ നമുക്കത് സാധിക്കും. ഇപ്പൊ ഈ തിരുമേനി പറഞ്ഞ പോലെ ഈ കാര്യം ഞാൻ ഡെയിലി ഒരു അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ നമ്മൾ നരസിംഹസ്വാമി, അപ്പൊ അദ്ദേഹത്തിനെ ഒരു ദിവസം കണ്ടില്ല കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാണാൻ പറ്റാതിരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു എന്താ വിഷമം ഭയങ്കര അതാ ബന്ധത്തിന്റെ വ്യത്യാസം അല്ലേ? നമ്മളിപ്പോ അച്ഛനും അമ്മയും ദിവസവും കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ മനസ്സിലൊരു വിഷമം ഉണ്ടാവില്ലേ? അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അത് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് തരം മാറുന്നുണ്ട്. അതായത് ആ ബന്ധമാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ ഇപ്പൊ അമ്പലത്തിൽ പോകണമെന്ന് പറയണ എന്തിനാ? സമാധാനമായിട്ട് തൊഴാൻ വേണ്ടി മാത്രമാണ് ക്ഷേത്രങ്ങളിൽ തൊഴാൻ പറയണത് അല്ലേ? അതെ. അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് എല്ലാം. ചിലപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ തൊഴുത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആ വിഗ്രഹത്തെ തന്നെ പല രൂപങ്ങളായിട്ട് നമുക്ക്, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ വിഷമം. സ്വതേ എന്ന് വെച്ചാൽ കരണായിട്ട് തോന്നുന്നൊക്കെ അങ്ങനെ ആൾക്കാർ പറയാനായിട്ടുണ്ട്, ചെറുക്കനായിട്ട് തോന്നും. പക്ഷെ അതൊന്നും ശരിയല്ലാത്ത കാര്യമാണ്. കാരണം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമേ ഉള്ളൂ നമുക്ക്. അങ്ങനെയും പലതും പറയാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സാണ് അവിടെ കാണുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകളും ആണ് നമുക്ക് പല രൂപം നമുക്ക് കാണുന്നത് അല്ലേ? ഒരു ഭഗവാനെ നമുക്ക് പല രീതിയിൽ കാണാം, പല രൂപമായിട്ട് കാണാം. ഇപ്പൊ അല്ലാണ്ട് തന്നെ ഇപ്പൊ ദശാവതാരം ചന്ദ്രൻ ചാർത്തുന്ന തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഒരു ദേവനിൽ തന്നെ പല രൂപങ്ങളെ കാണിക്കലൊക്കെയാണ്. അല്ലാണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ട് ചിലവർക്ക് നമ്മുടെ മനസ്സ് ഏത് രീതിയിലാണോ അവിടെ ചെല്ലണം അതനുസരിച്ചുള്ള രൂപങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരുന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോ ചിരിക്കണ കാണാം, ചിലപ്പോ കരയണ കാണാം. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ മാനസികമാണ്, അല്ലാണ്ട് ദേവൻ മാനസികമായിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ബന്ധമാണ്, അല്ലാണ്ട് വേറെ ഇതിലൊന്നും തോന്നില്ല. അതൊക്കെ നമ്മുടെ മനസ്സാണ്. അതെ, ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അതെ. ഇപ്പൊ ഞാൻ ഒരാളുടെ അടുക്ക പോകുമ്പോ ഞാൻ ചിരിക്കണ കണ്ടാലേ അദ്ദേഹത്തിന് ഞാൻ ചിരിക്കാന്ന് തോന്നുള്ളൂ അല്ലേ? അതാ മനസ്സിന് തോന്നണം. ഞാൻ ചിരിച്ചോണ്ടിരിക്കാന്ന് തോന്നിയാലേ അദ്ദേഹത്തിന് അത് റിയാക്ഷൻ തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത്. നമ്മുടെ ദേവനായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ്, നമ്മുടെ മനസ്സും ദേവനായിട്ടുള്ള ബന്ധം കൊണ്ടാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ പല രീതിയിൽ തോന്നണത്, അല്ലാണ്ട് വേറൊന്നുമല്ല അത്. അപ്പൊ ഈ ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വരും, ഉപനയനത്തിലേക്ക് തന്നെ. ഈ ഉപനയനം കഴിഞ്ഞ് പിന്നെ തൊട്ട് നമ്മൾ ഈ സമാവർത്തനം വരെ ബ്രഹ്മചാരിയായിട്ടാണ്. അപ്പൊ ഈ ബ്രഹ്മചാരിയായിട്ടിരിക്കുമ്പം അനുഷ്ഠിക്കേണ്ട ഒരുപാട് പല കാര്യങ്ങളുണ്ട്. നിത്യം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, നിത്യം ജപിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത്ര മണിക്കൂർ വരെ അങ്ങനെയൊന്നുമില്ല. ഇതിനൊരു ചിട്ടയുണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു നിർബന്ധം ഒന്നും ഉണ്ടാവില്ല ഇതില്. പണ്ടെന്ന് വെച്ചാൽ ആ സമയത്താണ് വേദ പഠനമൊക്കെ തുടങ്ങണത്. വേദ പഠനമൊക്കെ ആ സമയത്താണ് നമുക്ക് തുടങ്ങുന്നത്. ഈ വേദപഠനം അത് ഫുള്ള് സംസ്കൃതം. അതല്ലേ ഇപ്പൊ ഋഗ്വേദം നമ്മളൊക്കെ ഈ ഇപ്പോഴുള്ള നമ്പൂരിമാരില് 3 തരത്തിലുള്ള വേദങ്ങളെ അനുഷ്ഠിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ ഋഗ്വേദികളാണ്. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ കുറെ ആൾക്കാര് യജുർവേദികൾ ഉണ്ടാവും, കുറെ പേര് സാമവേദികളുണ്ട്. അങ്ങനെ കേരളത്തിൽ കുറെ കുടുംബങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുന്നേ, ഇപ്പൊ ഈ പറയുന്ന തിരുമേനിയൊക്കെ യജുർവേദത്തിലാണ്? അല്ല, ഞങ്ങളൊക്കെ ഋഗ്വേദത്തിലാണ്. അപ്പം മറ്റുള്ള മേൽശാന്തിമാര്, കീഴ്ശാന്തിമാര്, അപ്പൊ അവർക്കും അവരുടേതായ അതൊക്കെ കുടുംബമായിട്ടുള്ളതാണ്. ഇപ്പൊ ചില ദേശങ്ങളില് ഇന്ന കുടുംബം ഇന്ന ഋഗ്വേദികളാണെന്നോ ഇത് അതിലും ഈ അമ്പലത്തിലെ ശാന്തിയും മേശാന്തിയും ഇതായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അവിടെ പൂജയ്ക്കാണ് പ്രാധാന്യം. അതിപ്പോ അവരുടേതായ രീതിയിൽ എല്ലാവരും ഒരേപോലെ ആവില്ല പൂജ കഴിക്കണത്. അവരുടേതായ കുടുംബപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും, ചിട്ടകൾ വേറെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഇവര് പൂജ കഴിക്കുക. അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ ബ്രഹ്മചര്യം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അമ്പലത്തിലേക്ക്. അങ്ങനെയാണ്. നമ്മുടെ സമാവർത്തനം കഴിഞ്ഞ് നമുക്ക് പഠിക്കേണ്ടതായ എന്തിനാണോ പോകേണ്ടത് അതിനൊക്കെ പഠിച്ച് നമുക്ക് ഉറപ്പ് വന്നാലേ കാരണവന്മാര് നമ്മുടെ വീട്ടിൽ. ഞാനത്
ചോദിക്കുന്ന തെറ്റാവുന്നൊന്നല്ല, നമ്മൾ ഈ പൂണൂല് ധരിക്കുക എന്നുള്ളത്, അത് ഈ ഉപനയനം അതാണ് ഉപനയനം. ഉപനയനത്തിനാണ് പൂണൂല് ധരിക്കുന്നത്. അന്നാണ് ഗായത്രി ഉപദേശം ഉള്ളത്, തുടങ്ങുന്ന ദിവസമാണ്. അപ്പൊ ഈ പൂണൂല് ധരിക്കുന്നോണ്ടുള്ള ആ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ? പൂണൂല് ധരിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഉപനയനിച്ചാലേ നമുക്ക് ഇതിൻ്റെതായ ചില ചിട്ടകൾ, ചില ഷോഡശക്രിയകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ബ്രാഹ്മണനായിട്ടുള്ള ഒരു ഇതിലേക്ക് പഴയ രീതിയിൽ ഇപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഷോഡശക്രിയ ചെയ്ത് വെച്ചാൽ അതാണ് ഗർഭാധാനം തൊട്ട് ഷോഡശക്രിയ ചെയ്തുകൊണ്ടാണ് ബ്രാഹ്മണനായിട്ട് ഉള്ള അതിലേക്ക് ഒരു മാറ്റം വരണത്. ശരിക്കും മനസ്സിന് കുറുകെ അങ്ങനെയൊന്നും അല്ലാതെ അല്ല. ഇതൊക്കെ ഒരു ഉപനയനം വെച്ചാൽ അതൊരു സിമ്പലും കൂടി ആവാം, തുടക്കമാണ്. അതെ, നമ്മള് ഇതിലേക്ക് ഈ ഉപനയനം പൂണൂല് ധരിച്ച് ഉപനയനം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഈ കുടുംബപരമായിട്ടുള്ള ചിട്ടകളൊക്കെ ചെയ്യേണ്ട സമയം. ആ സമാവർത്തനം വരെ നമുക്ക്, ആ സമാവർത്തനം വരെയാണ് ബ്രഹ്മചാരിയായിട്ടാണ് കണക്കാക്കണേ നമുക്ക്. ഇപ്പം ഈ അമ്പലത്തിലേക്കുള്ള പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ അങ്ങനെയുള്ള നമ്മൾ പഠിക്കണം. പിന്നെ വീട്ടിലെ പൂജ കഴിഞ്ഞ വീട്ടിലെ പൂജ ഓരോ കുടുംബത്തിനും ഓരോ ചിട്ടകളുണ്ട്. ഇപ്പോൾ ഓരോ കുടുംബത്തിനും ഇന്ന ക്ഷേത്രത്തിലാണ് ആദ്യം, അല്ലെങ്കിൽ ഇന്ന ദേവനെയാണ് ആദ്യം പൂജ കഴിക്കേണ്ടേ. അങ്ങനെ പല ക്ഷേത്രങ്ങൾ, പല കുടുംബക്കാർക്കും ഉണ്ടാവും. അങ്ങനെ പല തന്ത്രിമാരുടെ കുടുംബങ്ങൾക്കൊക്കെ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ ഈ വീട്ടിലെ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ശ്രീകോവിലേക്ക് കയറുന്നത്. ശ്രീകോവിൽ കയറുന്നതിന് ഒരു തുള്ളി വെള്ളം കുടിക്കാതെയോ ആയിരിക്കാം. അതൊക്കെ എവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ. അതെ അതുണ്ട്. ഇപ്പൊ വളരെ ഇതായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഗുരുവായൂരൊക്കെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് വെള്ളം കഴിക്കാവൂ എന്നൊക്കെയാ കേട്ടാണ്. ഒരു നുള്ളു വെള്ളം അങ്ങനെയൊക്കെയാ പറയാ. അതൊക്കെ അതൊക്കെ ഈശ്വരൻ നൽകണ. അതെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തില് നമ്മള് ചെല്ലുമ്പോ നമ്മൾ ആ ശ്രീകോവിലേക്ക് കയറുമ്പോ നമ്മൾ അതിലൊരാളായി. ഇതൊന്നും തോന്നില്ല. അങ്ങനൊരു നമുക്ക് വെള്ളം കുടിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടോ ഒന്നും തോന്നില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് അന്നേരം ഇതൊന്നും തോന്നത്തില്ല. ഇല്ല, അതിലേക്ക് ശ്രീകോവിലിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുമ്പോൾ ഒട്ടും തോന്നില്ല. പൂജ അകത്ത് വെള്ളം കുടിക്കാതെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ആ കർമ്മത്തിനോടൊരു ഇഴുകി ചേരുമ്പോ നമുക്ക് ഇതൊന്നും തോന്നില്ല. ഒട്ടുമില്ല. ഈ ശരിയാ പറഞ്ഞത്. ഇത് നമ്മുടെ അമ്പലത്തിലെ തിരുമേനിയാണല്ലോ. ഇപ്പം രാവിലെ കയറി കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം മാത്രമായിരിക്കും കഴിക്കുന്ന, ചിലപ്പം 12 മണി 1 മണി ഒക്കെ. അതൊക്കെ രണ്ടാം സ്ഥാനം അതിനൊക്കെ, ഭക്ഷണത്തിന്. മറ്റത് നമ്മൾ എന്തിനാണ് പോയേക്കണേ അതിനാണ് പ്രാധാന്യം, അല്ലേ? അതെ. അപ്പൊ അത് തന്നെയാണ് പ്രാധാന്യം വരിക. അത് ശരിക്കും പറഞ്ഞാല് ഒരു ഭഗവാന്റെ എന്താണ് പറഞ്ഞേ, അല്ല ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഈ കുടുംബത്തിൽ ജനിക്കാൻ തന്നെ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ കുടുംബത്തിൽ ജനിച്ചില്ലെങ്കിൽ എനിക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അതെ. ഇപ്പം അതായത് ഈ ഒരു പൂർണ്ണത്രയശന്റെ ആ കുടുംബമാണ് തിരുമേനിയുടെ. ഈ നമ്മുടെ കുടുംബം ആ സന്താനോപാലത്തില് ഒരു ബ്രാഹ്മണ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിട്ട് 10 കുട്ടികൾ ഉണ്ടായിട്ടും അതിനെ കിട്ടിയില്ല. എന്നിട്ട് ആ ഇതില് അന്ന് അർജുനൻ ആ ബ്രാഹ്മണനെ ശപഥം ചെയ്യാണ്, നീ അടുത്ത് ജനിക്കുന്ന കുട്ടിയെ കാത്തു നൽകാന്നും പറഞ്ഞിട്ട് അത് ശപഥം ചെയ്ത്. അപ്പോഴും അത് 10ാമത്തെ കുട്ടിയാണ്. ആ 10ാമത്തെ കുട്ടിയും കിട്ടിയില്ല. അങ്ങനെയാണ് അവസാനം ഈ സത്യം ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ രക്ഷിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഈ അഗ്നിയിൽ ചാടി മരിക്കുന്നതാണ് അർജുനൻ ശപഥം ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ അഗ്നി ചാടി മരിക്കാൻ നോക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ വന്ന് തടുക്കലും കുട്ടികളൊക്കെ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നും അവിടെ നിന്ന് പോയി നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവര് വൈകുണ്ഠത്തിൽ പോയി ആ കുട്ടികളെ കൊണ്ടുവന്ന് ആ ബ്രാഹ്മണന് കൊടുക്കുകയാണ്. ആ ബ്രാഹ്മണന്റെ ആ കുടുംബത്തിന്റെ ഒരു താവയാണ് ഞങ്ങളെന്നാണ് പറയണത്. അതായത് തൈവേര്. അതെ, അതാണ് പൂർവികന്മാര് പറയണത്. അത് ശരിക്കും നേരത്തെ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഭഗവാന്റെ ഒരു ഇതാണ്.
പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു തലമുറയിൽപ്പെട്ട ഒരു ഇതില് പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇതൊക്കെ നമുക്ക് ഇതൊക്കെ കേട്ട് കേൾവിയല്ലേ ഉള്ളൂ. അതെ അതാണല്ലോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇത് കാണാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ല വൈഷ്ണവ സങ്കല്പത്തില് നമുക്ക് അങ്ങനെയാണ് നമ്മളിപ്പോ പറയണതും നടന്നു വരുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അപ്പം തിരുമേനിയൊക്കെ എത്രാമത്തെ തലമുറയിൽപ്പെട്ട? അങ്ങനെ പറയാൻ പറ്റില്ല. അത് കുറെ തലമുറയിലുണ്ട്. അച്ഛന്റെ ഇത് കഴിഞ്ഞതിന് ഞങ്ങളൊക്കെ പിന്നത്തെ തലമുറയാണ്. അല്ല, അത് കുറെ തലമുറകളും ഇപ്പൊ തന്നെ ഇല്ലാത്ത 6 താവഴികളുണ്ട്. 6 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇല്ല എവിടെയാ വരുന്നത്? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയ എരൂര് ഭാഗത്ത്, എരൂര് എന്നാണ് ആ സ്ഥലപ്പേര്. അവിടെയാണ് പുലിയന്നൂർ ഇല്ലം. പുലിയന്നൂർ. അപ്പൊ നമ്മളിൽ ഒരാളെ എപ്പോഴും അവിടെ പൂജയ്ക്കായിട്ട് ഉണ്ടാവണം. പൂർണ്ണത്രേശന്റെ അവിടെ പൂജയ്ക്ക് ഉണ്ടാവണം. പൂജയ്ക്ക് അവിടെ ഒരു ദിവസത്തിൽ ഒരു പൂജ. ഒരു ദിവസത്തിൽ ഒരു പൂജ. അത് കണിശമാണ്. അത് നിർബന്ധമായിട്ടുള്ള. നമുക്ക് വല്ല മുടക്കങ്ങളൊക്കെ വല്ല അങ്ങനെ ബാലായ്മയോ അല്ലെങ്കിൽ മരിച്ച ബലിയൊക്കെ വരുമ്പോ മാത്രമേ അവിടെ പൂജയ്ക്ക് പോകാണ്ടിരിക്കും. അപ്പൊ അന്നേരം പകരത്തിനും പറ്റത്തില്ല. അപ്പൊ അന്നേരം അവിടെ ഒരു മുടക്കം മുടക്കമല്ല, അവിടെ മേശാന്തി പൂജ കഴിക്കുള്ളൂ. മേൽശാന്തി പൂജ കഴിക്കും. ശാന്തി ഉണ്ടല്ലോ, ഉണ്ട്. ഇത് വിശേഷമായിട്ടുള്ളതാണല്ലോ തന്ത്രിയുടെ പൂജ. അതാണ് ഈ തന്ത്രി ഇല്ല. ഇപ്പം ചില കാരണങ്ങളാൽ തന്ത്രി അല്ല, അതിപ്പോ നിവൃത്തിയില്ല. കാരണം നമുക്ക് അമ്പലത്തിൽ കിടക്കാൻ പറ്റാത്ത കാര്യത്തിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതെ. പക്ഷെ അത് ഭഗവാനും അറിയാം. അതെ, അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ഒരു വഴി. ഇപ്പൊ നമ്മുടെ ഇല്ലത്ത് നടുമുറ്റത്ത് ഒരു ഭഗവതി ഉണ്ട്. നടുമുറ്റത്ത് തന്നെ. ആ ഭഗവതിക്ക് ഞങ്ങൾക്ക് മുടക്കം വന്ന നടയടച്ചിട്ടേ ഉള്ളൂ. ആണ്. അവിടെ പൂജയൊന്നുമില്ല. അതാ കുടുംബത്തിലെ ഒരാളെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ കണക്കാക്കണേ. അവിടെ എപ്പോഴും ദേവിക്ക് പൂജ. പിന്നെ ദിവസം പൂജ ഉണ്ട്. രാവിലെയും വൈകിട്ട് ഒരു നേരം വൈകുന്നേരം നട തുറക്കും, വിളക്ക് വയ്ക്കും എന്നല്ലാണ്ട് പൂജയൊന്നുമില്ല. ഈ വിശേഷാൽ ദിവസങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. അതൊരു കുടുംബദേവതയായിട്ട് തന്നെ കണക്കാക്കണം. ക്ഷേത്രമായിട്ടല്ല കണക്കാക്കണം. ഈ നമ്മുടെ പൂർണ്ണത്രേശന്റെ ഏറ്റവും എന്താണ് പറയുന്നത് ഇഷ്ടപ്പെട്ട വഴിപാട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം അവിടെ ഞാൻ പറഞ്ഞില്ല, എള്ളെണ്ണ വഴിപാടാണ്. അപ്പൊ ഈ എള്ളെണ്ണ കൊടുക്കുന്നതിനുള്ള പ്രാധാന്യം എല്ലാത്തിനും നല്ലത്. ആരോഗ്യത്തിനും എല്ലാത്തിനും എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കാര്യം സാധിക്കുന്നതാണ് പറയുന്നത്. അതായത് എള്ളെണ്ണ ഭഗവാൻ അതാണ് ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞതിന് എണ്ണയും കദളിപ്പഴം പാൽപ്പായസം ഒക്കെയാണ് ഏറ്റവും പ്രാധാന്യം. ഭഗവാന് ശ്രീകൃഷ്ണന് എപ്പോഴും ഉള്ളത് പാൽപ്പായസം ഭയങ്കര ഒരു ഇതാണ്. അതൊരു എല്ലാ ദേവന്മാർക്കും പായസങ്ങൾ എല്ലാ ദേവന്മാർക്കും ഇഷ്ടമല്ലേ? എല്ലാ മനുഷ്യർക്കും അതിന് എല്ലാ ദേവന്മാർക്കും ഇന്ന ദേവന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പദ്ധതിയില്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ നൈവേദ്യം നേദിക്കാം. ആവുന്ന രീതിയിലുള്ളത്, അതായത് നേദിക്കാൻ പറ്റുന്ന സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ നേദിക്കാം. ഇപ്പൊ സദ്യ നേദിക്കാറുണ്ടല്ലോ, സദ്യയായിട്ട് നേദിക്കാറുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ അമ്പലങ്ങളും നേദിക്കാം. അത് 4 കറി എന്ന് പറഞ്ഞ് വെച്ച് കഴിച്ചാൽ അവിടെ കുരുമുളക് മാത്രമേ പാടുള്ളൂ, നെയ്യും കുരുമുളകും ഉള്ളൂ നമ്മുടെ ഈ സങ്കല്പത്തില്. അത് കാളുണ്ടാവും, ഓലുണ്ടാവും, എലിശ്ശേരി ഉണ്ടാവും, മെഴുക്കുവരട്ടി ഉണ്ടാവും, ഇഞ്ചിത്തൈര്, കായ ഉപ്പേരി വറുത്തത്, അങ്ങനെയൊക്കെ ഇതൊക്കെ നെയ്യിലും കുരുമുളകുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2 കാര്യത്തിലാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. നെയ്യിലും കുരുമുളകും ഉള്ളൂ അതില്. തിരുമേനി, ഇതുപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ ഉപദേവതകള് ഉണ്ട്. തൃപ്പൂണിത്തുറ അമ്പലം സന്ദർശിച്ചു, ഉപദേവതകൾ ഇല്ല. അവിടുത്തെ ദേവന്റെ പ്രാധാന്യം ആ ദേവൻ മാത്രമേ ഉള്ളൂ അവിടെ. അതാണ് പ്രധാനം. അതുപോലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ഉപദേവന്മാരില്ലാതെ ഞാൻ ധരിച്ചാണ്. കൂടെ മറ്റു ക്ഷേത്രങ്ങളില് രക്ഷസ് അല്ല, അതൊക്കെ ഉണ്ടാവും. ഇവിടത്തെ ഈ ദേവന്റെ പ്രാധാന്യമാണത്. അതാണ് അത് ഭഗവാൻ. അത് അതാണ് ഭഗവാൻ. പൂർണ്ണവേദപുരി എന്നാണ് നമ്മൾ പറയുക. അങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലേ? പൂർണ്ണമായിട്ടുള്ള വേദം കൊണ്ട് വേദത്തിന് പ്രാധാന്യം നൽകിയ പുരിയാണ് അത് പൂർണ്ണത്രേശൻ. പലയിടത്തുനിന്നും ആൾക്കാര് തമിഴ്നാട് എല്ലായിടത്തും എത്തുന്നു. ലോകം മുഴുവൻ വരുമല്ലോ. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് അത് ഭയങ്കര അത് വളരെ വിശേഷമായിട്ടുള്ള ഉത്സവമാണ്. വിശേഷമായിട്ടുള്ള 3-4 ഉത്സവമാണ് ഇവിടെ ഉള്ളത് ഒരു കൊല്ലത്തില്. അതില് ഒരു ഉത്സവം മാത്രം ഒരു ദിവസമേ ഉള്ളൂ. ബാക്കി കൊടിയേറ്റായിട്ടുള്ള ഉത്സവങ്ങളാണ് ബാക്കി 3 ഉത്സവം. അതിൽ ഈ വൃശ്ചികമാസത്തെ ഉത്സവമാണ് വളരെ പ്രാധാന്യമായിട്ട്. വൃശ്ചികമാസത്തിലെ അതിനാണ് എല്ലാ ദിവസവും പരിപാടിയും എഴുന്നള്ളിപ്പും ഒക്കെ ഉള്ള ഇതാണ്. അന്ന് വിശേഷാലുള്ള
പൂജകളോ അങ്ങനെ പൂജകളൊക്കെ ഉണ്ട്. ഉണ്ട്? പിന്നെ അത് പല ക്ഷേത്രങ്ങളിലും പല തരത്തിലാവുന്നു മാത്രം, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതേപോലെ നമ്മളെ ഈ മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോഴാണ്, നമ്മുടെ ക്ഷേത്രങ്ങളാണെങ്കിൽ ഈ എന്റെ സംശയങ്ങളാണ് ഈ ബലിക്കല്ലിൽ തുടരുത്, സ്വതവേ വെലിക്കല്. അതെന്താ പറയണ വെച്ചാൽ നമ്മളത് പ്രതിഷ്ഠിക്കുന്ന സാധനം. അത് അകത്തെ വെലിക്കലുകളൊക്കെ ഓരോ ഇന്ദ്രൻ, അഗ്നി, യമൻ, നിറുതി, വരുണൻ, വായു, ഈശാനൻ, അങ്ങനെ മൂർത്തികളെ പൂജിച്ച് കലശാടി പ്രതിഷ്ഠിക്കുന്ന സാധനങ്ങളാണ്. അതാണ് അത് തുടരുന്നൊക്കെ പറയാൻ കാരണം. ചിലരാണെങ്കിൽ അല്ല, അതൊക്കെ ഇപ്പൊ സ്വാഭാവികമാണ്. അതൊക്കെ ഇപ്പൊ മണിയടിക്കാറില്ലേ? മണിയടിക്കാൻ പാടില്ലല്ലോ മറ്റുള്ളവര്. അപ്പൊ അതൊക്കെ ഇന്നത്തെ കാലസ്ഥിതി അനുസരിച്ചൊക്കെ മാറിപ്പോയേക്കണ കാര്യങ്ങളാണ് അതൊക്കെ. കുറെ തമിഴ്നാട് സമ്പ്രദായം കയറി വന്നിട്ടുണ്ടല്ലോ നമുക്കൊക്കെ. അങ്ങനെയൊക്കെ വന്നേക്കണാണ് ഈ നാരങ്ങമാല, നാരങ്ങ വിളക്ക്, ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പം അതേപോലെ ഇന്ന ക്ഷേത്രങ്ങളിൽ ഇന്ന പൂക്കൾ മാത്രമേ എടുക്കുള്ളൂ, അതൊക്കെ ഉണ്ട്. ചില ക്ഷേത്രങ്ങളിലെ പ്രാധാന്യം അനുസരിച്ച് സ്വതവേ നമ്മള് ഒരു പൂജ, ഏത് ദേവന്റെ പൂജയിലും ചെത്തി, തുളസി, താമരയെ പാടുള്ളൂ. അരളി ഇങ്ങനെ അതൊന്നും വയ്യ. അതൊക്കെ വന്നേക്കുന്ന സാധനങ്ങളല്ല. പണ്ട് ഇതേ ഉള്ളൂല്ലോ ഇവിടെ, ഇതേ ഉള്ളൂ. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ചില പൂക്കൾ ഉപയോഗിക്കില്ല, ചുവന്ന പൂക്കൾ ഉപയോഗിക്കില്ല എന്നൊക്കെയുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഭഗവാന് പൂർണ്ണത്രേശ്വരന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ പറയുന്ന പൂ, ചിലപ്പോ നമ്മൾ മാല കൊടുക്കുമല്ലോ. തുളസി പൂവാണ്. താമരമാലയും തുളസിമാലയും ഉള്ളൂ അവിടെ, രണ്ടേ ഉള്ളൂ. അതേ ഉള്ളൂ ഇവിടെ. താമരമാലയും തുളസി വളരെ പ്രധാനമാണ്. അതില് ഭയങ്കര താമരമാലയൊക്കെ വളരെ പ്രധാനമാണ്. തുളസിമാലയും ചിലർക്കാണെങ്കിൽ ചില ഭക്തര് ഇപ്പൊ താമരമാല കൊടുത്തേക്കാം. ഇപ്പൊ അത് ഒരു താമരമാല എന്നുണ്ട്, കേശാദിപാദം മാലയുണ്ട്, വലിയ മാല. അതിനൊക്കെ ഓരോ പൈസകളും വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഈ പൂവ് വരവനുസരിച്ച് നമുക്കിപ്പോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മുടെ കേരളത്തിന്റെ ദുരാവസ്ഥയിൽപ്പെട്ട ഏറ്റവും വലിയൊരു സാധനമാണ്. നമ്മളൊരു പൂജ കഴിക്കണമെങ്കിലോ ഒരു പൂവ് കിട്ടണമെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അവര് വരണ ട്രെയിനിൽ വരുന്ന പൂവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്നുള്ള സങ്കല്പമുള്ളൂ. അത്രയൊക്കെ തന്നെ നടക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്നാ പറഞ്ഞിട്ട് ഇന്നിട്ട് കാര്യമില്ല, അല്ലേ? ഇപ്പം തിരുമേനിക്ക് ഇത്രയും പൂർണ്ണത്രേശ്വരന് എപ്പോഴും പൂജകൾ ചെയ്യുന്നു. അപ്പൊ തിരുമേനിക്കുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം? നമുക്ക് അനുഭവം വെച്ചാൽ അനുഭവങ്ങളാണ്. നമ്മളിപ്പോ ഒരു പൂർണ്ണത്രേശ്വര വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ പല അനുഭവങ്ങളും പല ആൾക്കാർക്കും ഉള്ളതുകൊണ്ടാണല്ലോ ഇത്ര ആൾക്കാർ വരുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു നമുക്ക് മറക്കാനാവാത്ത ഏറ്റവും വലിയ കാര്യം വെച്ചാൽ പൂർണ്ണത്രേശ്വര പൂജ കഴിക്കാൻ തരായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മറക്കാൻ പറ്റാത്ത സാധനം, അല്ലേ? അല്ലെങ്കിൽ തൊഴാൻ പറ്റി, മറ്റുള്ളവർക്ക് ഭക്തന്മാർക്ക് തൊഴാൻ പറ്റി, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഭവം, അല്ലേ? അല്ലാണ്ട് ഇതൊരു മിറാക്കിൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഇതിൽ വളരെ കുറവാണ്. അതൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ട് അങ്ങനെ മിറാക്കിൾ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ. അതൊന്നും നമുക്ക് സാത്വികമായിട്ടുള്ള കർമ്മത്തിനൊന്നും അങ്ങനെ ഒരു മാനസികമാണല്ല. അതേപോലെ തിരുമേനി പറയാം സ്വാത്വികമാണെന്ന്. അപ്പം ഈ എന്താ പറയുക, ബ്രാഹ്മണ ഇത് സ്വാത്വികമായിട്ടുള്ള പൂജകളാണോ കൂടുതലും? അങ്ങനെയല്ല, അത് ഇപ്പൊ ദേവന്റെ ഇതനുസരിച്ചാണ് സാത്വികം. ഇപ്പൊ ചോറ്റാനിക്കര മേക്കാവില് സ്വാത്വികമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാത്വികം വളരെ സാത്വികതയായിട്ടുള്ള ദേവിയാണ്. കീഴ്ക്കാവിലേക്ക് പോയാൽ തരമൊന്നും മാറി. അപ്പൊ ആ ദേവന്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പൊ എന്റെ സ്വഭാവം വലിയ കിഷോറിന്, അല്ലേ? എനിക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റും അതേ ഞാൻ സ്വീകരിക്കാവുള്ളൂ, എനിക്ക് തരാവൂ. കിഷോറിനെ എന്താ പറയുക സ്വീകരിക്കാൻ പറ്റും, അതേ അത് കിഷോറിന് ഞാൻ തരാവൂ. അതുപോലെയാണ് ഇതൊക്കെ. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. കാരണം അതിയായാൽ അമൃതം വിഷം എന്ന് പറയാറില്ലേ? എന്നുവെച്ചാൽ നമുക്ക് ഒരു പരിധിയുണ്ട് എല്ലാ ദേവന്മാർക്കും. അത് എന്താണോ വേണ്ടത് എത്ര ചെയ്താലും വിരോധമില്ല. ഇപ്പൊ വേദങ്ങളെ എല്ലാ ക്ഷേത്രത്തിലും ആവാം. ഋഗ്വേദമായാലും യജുർവേദമായാലും സാമവേദമായാലും ഏതമ്പലത്തിൽ എത്ര വേണമെങ്കിലും ആവാം. ഈ 4 വേദങ്ങളിലും ഒരേപോലെയാണോ എഴുതിയിരിക്കുന്നത്? മൂലമന്ത്രാദികളും മൂലമന്ത്രത്തിന് വ്യത്യാസമുണ്ട്. വേദങ്ങളിലും വേദമായിട്ടുള്ള ബന്ധപ്പെട്ടതല്ലേ? വേദമായിട്ട് ഇതിനകത്ത് നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പൂജ. കുറെ എല്ലാം വേദമായിട്ട് ബന്ധപ്പെട്ടതാണ് മന്ത്രങ്ങൾ മുഴുവൻ, മനസ്സിലായില്ലേ? വേദങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ വേദപഠനം നിർബന്ധമാണ് ഒരു തന്ത്രിയായ. ഒരുപാട് കാര്യങ്ങള്
എന്താണ് പറയുന്നത്, നമ്മൾ ത്യജിച്ചും ത്യജിക്കാഴ്ച അങ്ങനെയല്ല, ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്തിനാണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഏത് മനുഷ്യനും ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, അല്ലേ? അതായത് ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഇപ്പൊ ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല. ഇല്ല. അതുപോലെയാണ് നമുക്ക് ഉള്ള കഴിവുകൾ നമ്മൾ അറിയണില്ല. അപ്പൊ നമ്മളത് ആരാണെന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ ആ കഴിവിനെ പതുക്കെ പതുക്കെ അഹങ്കാരം ആകാനും പാടില്ല, അല്ലേ? അതെ. അപ്പൊ ആ കഴിവിനെ നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് ഈശ്വരനായിട്ടുള്ള ബന്ധത്തോടുകൂടി, അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളും പല ഗുണങ്ങളും എല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ദോഷങ്ങളില്ല, അല്ലേ? ചില ദുഃഖങ്ങൾ വരുമ്പോൾ അത് നല്ലതിനാണെന്ന് ചിന്തിച്ചാൽ. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോഴാണ്, ഇപ്പൊ നല്ലതാണ് വരുമ്പോൾ അതിന്റെ പുറകെ പോയാൽ വേറെ എന്തെങ്കിലും ആവും. ദുഃഖത്തിന്റെ പുറകെ പോകണേച്ചാൽ അതും വേറെ എന്തെങ്കിലേക്ക് ആവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈശ്വരൻ തരുന്നതാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ അവിടെയൊക്കെ കഴിയും, അല്ലേ? നമുക്ക് അനുഭവിക്കാണ്ട് പറ്റില്ലല്ലോ. അത് പറ്റത്തില്ല, എന്തായാലും അത് പറ്റത്തില്ല. ഈശ്വരഭജനം കൊണ്ട് കണ്ണിക്കൊള്ളുന്ന പുരുകത്താക്കാന്നല്ലാണ്ട് അതാണ് അതിന്റെ ഫലം, അല്ലേ? അനുഭവങ്ങൾ അനുഭവിക്കാനുള്ളതിനെ ഈശ്വരഭജനം കൊണ്ട് നമുക്ക് കണ്ണിക്കൊള്ളുന്ന പുരുകത്താക്കാം, അല്ലേ? അതാണ് ഈശ്വര സേവയാ. ഈ കലികാലത്ത് നാമസങ്കീർത്തനം പോലെ വേറെ ഫലവത്തായ ഒന്നുമില്ല എന്ന് പറയാനില്ലേ? അതെ. ചില അമ്പലങ്ങളില്, മിക്ക എല്ലാ അമ്പലങ്ങളിലും നമ്മള് ഷർട്ട് ഇപ്പം ഇങ്ങനെ ഷർട്ട് പകുതി ഊരിയിട്ട് കയറിയല്ലേ ബനിയൻ ഇടാൻ. അത് നമ്മൾ അതിന് അഭിപ്രായം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതായത് ഉത്തരീയ വിട്ട് പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ഷർട്ട് ഊരി നടക്കണു, അതെ, സ്ത്രീകൾക്ക് എന്താ എല്ലാം ഇട്ട് നടന്നു, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. അത് തന്നെ അതൊക്കെ നമ്മൾ അഭിപ്രായം പറയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടത്. പല തരത്തിലേക്ക് അതിനെ ബാധിക്കുക. എന്നാൽ എന്താന്ന് ക്ലിയർ ആയിട്ട് പറയാനും പറ്റില്ല. അതാണ് പറഞ്ഞു മനസ്സിലാക്കിയാലോ അത് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പതാണ്. നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില സ്ഥലങ്ങളിൽ ഷർട്ട് ഇട്ട് കയറാം, ചില സ്ഥലങ്ങളിൽ ഷർട്ട് ഇടാൻ. അത് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളാണ്. ഇപ്പൊ പതിനാല് സമയത്തിന് പാൻറ് ഇട്ട് കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. അതെ, അത് അവിടുത്തെ അനുഷ്ഠാനാണ്, അത്രേ പറയാൻ പറ്റും. ഗുരുവായൂർ അത് അതാ അവിടുത്തെ അനുഷ്ഠാനം. ഇപ്പൊ ഗുരുവായൂർ ഷർട്ട് തോളത്തിട്ട് പോവാലോ. പണ്ടത് മതിയില്ലായിരുന്നു. പണ്ട് ഇപ്പൊ ചുരിദാറിട്ട് പോകാം. പണ്ടത് വയ്യായിരുന്നു. അപ്പൊ അതൊക്കെ ഈ കാലസ്ഥ അനുസരിച്ച് മാറ്റം വരും. അത് ഒരു ഭക്തനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും എന്താണ് പറയുന്നത്, ഭഗവാനിൽ ലയിക്കുക, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ അമ്പലത്തിൽ പോവുക. ഇത് ചിലര് പുറമേ നിന്ന് കാണുന്നവർക്ക് അവർ പറയും ചിലപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭക്തി കൂടി കഴിഞ്ഞാൽ വട്ടാകും, അല്ലെങ്കിൽ എന്താണ് പറയുക അത് ശരിയായ ഒരു ഇതിലേക്കല്ല പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. വട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഓൾറെഡി നമുക്കുള്ളതാണ് ഇതൊക്കെ, അല്ലേ? ഈ പറഞ്ഞ ഞാൻ പോലും ഡെയിലി അമ്പലത്തിൽ പോകുന്നതും അല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ എല്ലാവരുടെയും കണ്ണില് എല്ലാവർക്കും വട്ടുണ്ടാവും. കാരണം ചിലവർക്ക് പാട്ട് കേൾക്കാനാവും വട്ട്, അല്ലേ? അതെ. ചിലർക്ക് സിനിമ കാണാനാവും. അപ്പൊ അതിനോട് കൂടുതൽ ഒരു വട്ടെന്ന് ഉദ്ദേശിക്കണ എന്താ? ശരിക്കും നമ്മൾ സാമാന്യ അല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോഴാണല്ലോ വട്ടാണെന്ന് പറയണം, അല്ലേ? അതൊക്കെ ഇപ്പൊ എല്ലാ മനുഷ്യർക്കുള്ളതല്ലേ. പിന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞത് ഒരിക്കലും ഈശ്വരൻ ഒരിക്കലും ഒരാളെ വട്ടാക്കില്ല. ഇല്ല. നമ്മള് ചിന്തിച്ച് ആവശ്യമില്ലാണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് വെട്ടാവുള്ളൂ, അല്ലേ? അതാണ് ഉദ്ദേശിക്കണം. അല്ലാണ്ട് ഇതെന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ അറിയാൻ പോവുക. നമ്മൾ ഭക്തിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്കിതിനെ ഒരു മെമ്മറി ചേഞ്ചൊക്കെ വരേണ്ടത്. പക്ഷെ അതല്ല, നമ്മൾ ഈശ്വരൻ ഇന്നത്തെ കാലത്ത് അത്രയ്ക്കൊന്നും പറ്റില്ല. എന്തായാലും അങ്ങനെയൊന്നും ഒരു സത്യമായിട്ടുള്ള നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ഇനി പറ്റുമെന്ന് നമുക്ക് ശരിയല്ല. കാരണം കാലം മാറി. അതേപോലെ ഇപ്പം ഒരു വീടുകളിൽ പോലും റയറാണ് എല്ലാ വീടുകളിലും സന്ധ്യ നേരത്ത് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കല്. ഇതൊന്നും ഇപ്പം വളരെ കുറവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിന്റെ അവരുടെ ചിട്ടയില്ലായ്മ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ വിളക്ക് വെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ്. അതില്ലാത്ത സമയത്താണ് നമുക്ക് അങ്ങനെ ചിത്ത ഇല്ലാണ്ടായപ്പോഴാണ് ഇതൊക്കെ വേണ്ടതെന്ന്. പിന്നെ കുറെ മീഡിയകളും കുറെ ഇതിന് ഒരു പ്രാധാന്യം. ഇപ്പൊ അമ്പലങ്ങളിൽ വൈകുന്നേരമൊക്കെ പോയി ആരും ഉണ്ടാവില്ല തൊഴാനൊന്നും. ഈ കുറെയൊക്കെ മീഡിയ ഇതിൽ കുറെ ഇപ്പോഴത്തെ കാലത്ത് ഈ
ന്യൂ ജനറേഷനിൽ കുറെ പ്രശ്നങ്ങൾ എല്ലാരും വന്നിട്ടുണ്ട്. ഫോണാണ് കൂടുതൽ അതൊക്കെ കാലം ഇപ്പൊ ഫോണ് ഇപ്പൊ ഓരോ കാലത്തും ഓരോന്നായിരുന്നു അല്ലേ? മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ കാലത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാം അത് ദോഷാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോണ് പഠിച്ചില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാ, കമ്പ്യൂട്ടർ പഠിച്ചില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാ ജീവിക്കാൻ അല്ലേ? അപ്പൊ ആ കാലത്തിനനുസരിച്ച് എല്ലാവരും മൊബൈലിലേക്ക് പോകണു. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ജീവിതശൈലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അമ്പലത്തിൽ പോകുമ്പോ ചിലര് തൊഴാൻ വേണ്ടി പോകുന്ന പറഞ്ഞാല് ഫോണും എടുത്തോണ്ട് പോകും, രണ്ട് സൈഡിൽ നിന്ന് സെൽഫി ഇങ്ങനെ. അല്ല, അതൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തര അഭിപ്രായമാണ്. ഇപ്പൊ മരിച്ച വീട്ടിൽ പോയിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരില്ലേ? അതെ 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 അതെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിലും. അപ്പൊ അതിനൊന്നും ഇപ്പൊ ഒരു പരിധിയൊന്നും ഇല്ലാണ്ടായില്ലേ? അതെ അതെ, അതൊരു പരിധി ഇല്ലാന്നുണ്ടായി. അല്ല, അതൊക്കെ മീഡിയാസ് സ്കോറിങ് ഉണ്ടാക്കാൻ പലതും കാണിക്കുന്നുണ്ട്. അതുപോലൊക്കെ തന്നെ ഉദ്ദേശിച്ചാൽ മതി ഇതൊക്കെ തന്നെ. ഈ അതേപോലെ നമ്മൾ നൊയമ്പ് നോക്കുന്നു, വ്രതം നോക്കുന്നു. ഈ വ്രതം നോക്കുമ്പോൾ 41 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ദിവസങ്ങൾ വ്രതം നോക്കും. നമ്മൾ ആദ്യത്തെ ഒരു 2-3 ദിവസം നമുക്കൊരു എന്താണ് പറയുന്നത്, ഈ വ്രതം നോക്കുന്നതിനകത്ത് ഇതെന്ന് വെച്ചാൽ വ്രതം നോക്കണം എന്താ വെച്ചാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വ്രതം എടുത്ത് എന്താണോ ചെയ്യേണ്ടത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഈ വ്രതമൊക്കെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം പണ്ട് ശബരിമലയ്ക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമോന്നും അറിയില്ല ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിലൊന്നും അല്ലേ? കാടും മൃഗങ്ങളും. അന്ന് നമുക്ക് ആ ഒരു സ്ഥലമായിട്ട് ആ മനസ്സ് അയ്യപ്പനായിട്ടൊന്ന് ചേർക്കണം. ഒരേ ശക്തി ഉള്ളിലേക്ക് വന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അന്ന് മുതൽ ഈ 41 ദിവസ വ്രതങ്ങളും ഒക്കെ എടുക്കലും. അതൊരു അത് പിന്തുടർച്ചയായിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ നമ്മുടെ ആ മനസ്സും അതിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതാ പറഞ്ഞ അതിന്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ വ്രതങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു കാര്യം, ഇപ്പം നമ്മളൊരു കൂട്ടായ ഒരു ഫ്രണ്ട്സ് ഒന്നിച്ചുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഒരു തുടങ്ങാൻ പോകുന്ന എന്തിനേലും കുറിച്ച് പറയും. അപ്പം അത് പക്ഷെ പകുതിയുള്ള ഒരു കുറച്ച് ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടായിരിക്കും പെടുന്നതും. അല്ല, എല്ലാത്തിനും നെഗറ്റീവ് നല്ലതല്ലേ? നമ്മൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചെയ്യാൻ നമ്മൾ ലോകമുണ്ടോ? ഇല്ല. നമുക്ക് അഹങ്കാരം കൂടില്ലേ? അതെ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം കൂടും. അഹന്നുള്ള സാധനം പൊങ്ങി വന്നാൽ പിന്നെ കഴിഞ്ഞില്ലേ? നമുക്ക് തെറ്റുകുറ്റങ്ങൾ മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അത് കാണിച്ചു തരാൻ ആൾ വേണം, അഭിപ്രായപ്പെടാൻ ആൾ വരണം. അങ്ങനെയൊക്കെ വന്നാലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. എല്ലാം നല്ലതെന്ന് പറയണവർ നന്നല്ലാന്ന് ഞാൻ പറയാം. നല്ലതിനല്ല അത്. കാരണം നമുക്ക് അതിന് വേറെ ഫലമാകും വരിക അല്ലേ? അങ്ങനെയുണ്ട്. അതുണ്ട്. പിന്നെ നമ്മൾ ചെയ്തൊക്കെ നന്നായി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവം എല്ലാവരും പറയണു തിരുമേനി ചെയ്യണൊക്കെ ശരിയാ അല്ലെങ്കിൽ കിഷോർ ചെയ്യണൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്താലും ശരിയാണെന്ന് പറയാൻ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് അതിലേക്ക് പോകും അല്ലേ? അപ്പൊ നമ്മളതല്ല, നമ്മൾ എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും എന്ന് ഉറപ്പിക്കണത്. പിന്നെ അതേപോലെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം തലമുറയിൽപ്പെട്ടവര് എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ തലമുറയിലേക്ക് അതിന്റെ ദോഷങ്ങൾ അങ്ങനെ പണ്ട് പറയാ 2ാം തലമുറയ്ക്കാണ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ വരിക എന്നാ പറയാ. ചിലത് സർപ്പദോഷങ്ങള്. അല്ല, അതൊക്കെ വ്യക്തിപരമായ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾക്കാണ് ഇത്ര പ്രാധാന്യം വരുന്നത്. സർപ്പദോഷം, സർപ്പത്തിനെ കൊല്ലണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണല്ലോ കൊല്ലണേ. അതെ അതെ. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ പ്രകൃതിയാണ്. ഇപ്പോഴല്ലേ കുറച്ചു കാലേ ഉള്ളൂ വിഗ്രഹമൊക്കെ വന്നിട്ടേ. പണ്ട് കാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രകൃതിയായിട്ട് അതിനെ കണക്കാന് അതിനെ ദോഷം ചെയ്യുമ്പോൾ അതിന്റെ ഒരു എന്തെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാവും. പിന്നെ അത് പരമ്പരയായിട്ട് വരും. അത് ഇത്ര തലമുറ വരെ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മള് എന്ത് ദോഷം ഉണ്ടെന്ന് കണ്ടാൽ അതിനെ ഈശ്വരവചനം കൊണ്ട് അതിനെ കുറച്ച് കൊണ്ടുവരണം. അവര് ചെയ്ത ആര് ചെയ്ത കാരണവന്മാര് ചെയ്ത ദോഷമായാലും അനുഭവിക്കാൻ നമ്മളേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ കുറെ കാര്യങ്ങളെ അല്ല, അതിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതോ നമ്മളൊരു ദോഷമാണെന്ന് മനസ്സിലാക്കിയാൽ അത് തീരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണ്ടിരിക്കുക. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെ വന്നു പോയത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് നമുക്ക് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ദുരിതങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കർമ്മങ്ങൾ മുഖേന അത് കുറച്ച് കൊണ്ടുവരിക. ഈശ്വരവചനം കൊണ്ട് കുറച്ച് കൊണ്ടുവരിക.
അങ്ങനെ അപ്പം എല്ലാ ഇതിലും നമ്മള് എല്ലാ രീതിയിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരഭജനം കൂട്ടിയെടുക്കുക. ഈശ്വരഭജനം അതാണ് ഇന്നത്തെ കാലത്ത് ഈ കലികാലത്ത് നാമസങ്കീർത്തനം ഏറ്റവും വലിയ ഉത്തമം എന്ന് പറയാറുണ്ട്. ഏറ്റവും വലിയ പരിഹാരം നാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ കുറേ അതും ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെയല്ല. നമ്മൾ മനഃശുദ്ധിയോടും ശ്രദ്ധ ഭക്തി പുരസ്സരം, ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നാമം ജപിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. അതേപോലെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള ഒരു അനുവാദമാണ്. അതായത് നമ്മുടെ ഈ ലോകത്ത് പല എന്താണ് പറയുന്നത് കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇതെല്ലാം ഈ കലിയുഗത്തിനെ ബേസ് ചെയ്താണ് വരുന്നത്. അതോ അതൊക്കെ എന്താ വെച്ചാൽ കാലം മാറിയില്ലേ അല്ലേ? അല്ല, കലികാലത്തിലെ മനുഷ്യനെ ചുട്ടു ഭാഷ അതിന്റെ ഒക്കെ ഒരു അംശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവാം. പണ്ടും കൊലപാതകമൊക്കെ ഉണ്ടായിട്ടില്ലേ? അത് രാജകൽപ്പിതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അതൊരു ഫാഷനായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മിണ്ടിയ തല്ലി കൊല്ലുക, അങ്ങനെ അതൊക്കെ ഈ കാലദോഷവും എല്ലാം ഉണ്ടാവും ഇതിന്. അല്ലാണ്ട് ഇപ്പൊ നമുക്കത് എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റില്ല. ഈ കലിയുഗം ഏകദേശം അവസാനിക്കാൻ അതൊന്നും ആയിട്ടില്ലല്ലോ. പകുതി പോലും ആയിട്ടുണ്ടാവില്ല തോന്നുന്നു. അത്രയും ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം അല്ല, ഇനിയും അതേപോലെ ഈ കലിയുഗത്തിൽ ഒരുപാട് കാര്യം. അതുകൊണ്ടാണല്ലോ കലികാലത്ത് മനുഷ്യൻ ഈശ്വരനെ ഭജിക്കാൻ പറയണത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഫലം. ഈ കലികാലത്തിൽ ഇന്ന ദേവനെ നന്നായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന ദേവൻ എന്നല്ല, നമ്മളെ ഏറ്റവും പ്രാധാന്യം ധർമ്മദൈവമാണ്, കുടുംബദൈവതയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റതൊക്കെ. അങ്ങനെ പറയാന്നല്ലാണ്ട് ഇന്ന കാലത്ത് ഇന്ന ദേവന് അങ്ങനെ ഇല്ല. അപ്പം തിരുമേനി ഇത്രയും നേരം ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ഭഗവാന്റെയും മറ്റുള്ള കാര്യത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു തന്നു. ഇങ്ങനെ കാണാൻ പറ്റിയതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ തിരുമേനിയെ ഞങ്ങള് കാണാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്കൊരു മുൻജന്മ സുഹൃതം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന്. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞതിൽ തന്നെ കുറെ തെറ്റുകളോ അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ സാധാരണ. എന്തെങ്കിലുമൊക്കെ അബദ്ധം പറഞ്ഞെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ചെയ്തതിന്. ഇങ്ങനൊരു കൂടിക്കാഴ്ച, ഇങ്ങനെ ഒരു ഇത് തന്നതിന് തന്നെ അതേ സന്തോഷം. നന്ദി. എല്ലാ ഈശ്വരാനുഗ്രഹം. ഇത്രേ ഉള്ളൂ. നന്ദി, നമസ്തേ. അപ്പൊ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചത് നമ്മുടെ ദിലീപൻ തിരുമേനിയാണ്, തന്ത്രി. അപ്പം ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. അതിന് എല്ലാവരും കാണുക. നന്ദി, നമസ്തേ.